നാട്ടിലുള്ള സകലമാന ഉടായിപ്പ് കുരുകളും നേരെ എൻ്റെ നെഞ്ചത്തേക്കാണ് വരുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടാണാവോ? ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ഉടായിപ്പ് ഫോൺ കോൾസ് എൻ്റെ ഫോണിലേക്ക് വരുന്നത്. കാര്യം പറയാം. കുറച്ച് സമയം മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ അറ്റൻഡ് ചെയ്തു. ഒരു മൊബൈൽ നമ്പറിൽ നിന്നാണ്. ആ മൊബൈൽ നമ്പർ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. കോൾ അറ്റൻഡ് ചെയ്ത് ഒരു ഹിന്ദിയിൽ അവർ പറഞ്ഞു, നിങ്ങളുടെ ഒരു പാഴ്സൽ കൊറിയർ വന്നത് റിട്ടേൺ പോവാൻ ഇന്ന് ഡേറ്റ് ഇന്നാണ്, റിട്ടേൺ പോവും. അത് നിങ്ങൾ കറക്റ്റായിട്ട് അത് എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പാഴ്സൽ നിങ്ങൾക്ക് കിട്ടില്ല, റിട്ടേൺ പോകും. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിക്കുക, എനിക്ക് ഒരു പാഴ്സൽ വരാനുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് പ്രസ് ചെയ്തു. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അപ്പോൾ വേറൊരു ഹിന്ദിക്കാരനടുത്ത്, ആ ഹിന്ദിക്കാരൻ വളവളോ ഹിന്ദിയിൽ സംസാരിച്ചു. ഞാൻ തിരിച്ച് മലയാളത്തിൽ സംസാരിച്ചു. എനിക്ക് പൊതുവേ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ എനിക്കത് ഒരു ഇഷ്ടക്കേടാണ്. എന്താണെന്നറിയില്ല. പൊതുവെ കുറേ പണ്ട് മുതലേ ഞാൻ ഈ നമ്മളെ നമ്പറിലേക്കല്ലേ വിളിക്കുന്നത്, നമ്മളെ കിട്ടാൻ വേണ്ടിയല്ലേ വിളിക്കുന്നത്. അപ്പോൾ ഈ ഹിന്ദിയിൽ വിളിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല, നമ്മൾ മലയാളിയല്ലേ. അപ്പം ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ചങ്ങാതി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് മനസ്സിലായി എന്തോ ഒരു കൊറിയറാണ്, അത് പാഴ്സൽ റിട്ടേൺ പോവുകയാണ്, ഞങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പേര് ഇന്ന ഡീറ്റെയിൽ ഒന്ന് കൺഫേം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ വിളിക്കുന്നത്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ഞാൻ മലയാളം തിരിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഹിന്ദി ആണോ ഇംഗ്ലീഷ് ആണോ കംഫർട്ടബിൾ? ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിച്ചോളാൻ പറഞ്ഞു. ഞാൻ അതിന് നിൽക്കാറില്ല, മലയാളം എന്നാണ് പറയാറ്. പക്ഷേ ഇതെന്താ കൊറിയർ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട്, എൻ്റെ കൊറിയർ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചോളാം. അപ്പോൾ അയാൾ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു കൊറിയർ ഉണ്ട്, ആ കൊറിയർ റിട്ടേൺ പോയി, നിങ്ങളെ മൊബൈൽ നമ്പർ ഞാനൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി എൻ്റെ കറക്റ്റ് മൊബൈൽ നമ്പർ ഇങ്ങോട്ട് പറഞ്ഞു. നിങ്ങളെ പേരെന്താണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പേരും പറഞ്ഞു കൊടുത്തു. പേര് പറഞ്ഞു കൊടുത്ത് സ്പെല്ലിങ് പറയാൻ പറഞ്ഞു. സ്പെല്ലിങ് പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ അതിനകത്തൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി. അപ്പോൾ ഞാൻ സ്പെല്ലിങ് പറഞ്ഞു കൊടുത്തു. ഓക്കെ. നെക്സ്റ്റ് അയാളുടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കൊറിയർ ബോംബെയിൽ നിന്ന് തായ്വാനിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ബോംബെയിലാണോ താമസം? ഞാൻ പറഞ്ഞല്ല, ഞാൻ ഗ്രേറ്റ് കൊച്ചിയിലാണ് താമസം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ ഉൾപ്പെടെ വെച്ചിട്ടത് തായ്വാനിലേക്ക് ഒരു കൊറിയർ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരി. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഫോൺ അങ്ങ് റെക്കോർഡിലിട്ടു. അപ്പോൾ ഈ ചില ഫോണുകൾ റെക്കോർഡിലിടുന്ന സമയത്ത് അതിനകത്ത് പറയുമോ, ദിസ് കോൾ ഹാസ് ബീൻ റെക്കോർഡഡ് എന്ന് പറഞ്ഞിട്ട് പറയുമല്ലോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കോൾ റെക്കോർഡ് പോയി എന്ന് മനസ്സിലായി. റെക്കോർഡ് പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലായപ്പോൾ അവർ ഹലോ ഹലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹലോ ക്യാൻ യു ഹിയർ മീ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഒന്നും മിണ്ടണില്ല. ഒന്നും മിണ്ടാണ്ട് കുറച്ച് സമയം അയാൾ ഹലോ 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 എന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ അവരുടെ ഒരു ഈ കൊറിയർ സർവീസിലൊക്കെ ഈ മറ്റേ ചില ടെലികോളേഴ്സിലൊക്കെ വിളിച്ച് കഴിയുമ്പോൾ ഒരു പാട്ടൊക്കെ ഇട്ട് വരുമല്ലോ, മ്യൂസിക് ഇട്ട് വരുമല്ലോ. ആ മ്യൂസിക് ഇട്ടിട്ട് അവർ ആ കോൾ കട്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എനിക്കിത് സംഭവം കത്തി. ഇത് കത്താനുണ്ടായ കാരണം വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഒരാളുടെ അനുഭവം കേട്ടിരുന്നു. അതായത് ഇവർ ഒരു കൊറിയർ അയച്ചിട്ടുണ്ട് എന്ന് പറയും. ആ കൊറിയറിനകത്ത് എന്തെങ്കിലും കഞ്ചാവോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഭവമാണെന്ന് പറയും. എന്നിട്ട് നമ്മുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു പോലീസുകാരനെ കൊണ്ട് സംസാരിപ്പിക്കും. ആദ്യം ഫോൺ കോള്, പിന്നെ ഇവർ വീഡിയോ കോളിൽ സംസാരിക്കും. വീഡിയോ കോളിൽ സംസാരിച്ചിട്ട് ഇന്നതാണ് നിങ്ങളുടെ പേരിൽ ഇവിടെ കേസ് എടുത്തിട്ടുണ്ട്, ആ കേസ് ഞാൻ ഒഴിവാക്കി തരാം, ഇതാണ് നിങ്ങൾക്കെതിരെയുള്ള FIR കോപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു FIRന്റെ കോപ്പിയൊക്കെ നമുക്ക് കാണിച്ചു തരും. അതിൽ നമ്മുടെ കറക്റ്റ് പേരായിരിക്കും, നമ്മുടെ കറക്റ്റ് അഡ്രസ്സ് ആയിരിക്കും, കറക്റ്റ് ഫോൺ നമ്പർ ആയിരിക്കും, നമ്മുടെ കറക്റ്റ് ആധാർ നമ്പർ ഉൾപ്പെടെ അവരുടെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ട് അവർ നമ്മളോട് പറയും, നിങ്ങളുടെ പേരിൽ ഇന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ബാന്ദ്ര സ്റ്റേഷനിൽ നിങ്ങളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്, ഇതാണ് കേസിന്റെ FIRന്റെ കോപ്പി, നിങ്ങളുടെ കേസ് നമ്പർ ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവർ നിങ്ങളെ അന്വേഷിച്ച് കൊച്ചിയിലേക്ക് വരും. അല്ല, നിങ്ങളിവിടെ ഹാജരാകേണ്ടി വരും, ഇത്രാം തീയതി നിങ്ങൾ ഹാജരാകണം. ഇനി നിങ്ങൾക്ക് ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ നിങ്ങൾ അയച്ചു തരണം എന്ന് പറയുന്ന പുതിയ തരം തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടാണാവോ എനിക്കിങ്ങനെ കുരു വരുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ഉത്തരം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരൊക്കെ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. മൊബൈൽ നമ്പർ കൊടുക്കരുത്. നമ്മളിപ്പം ഉദാഹരണത്തിന് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പോലും അവർ സർ യുവർ നമ്പർ പ്ലീസ് എന്ന് പറഞ്ഞ് ചോദിക്കും. മൊബൈൽ നമ്പർ എന്തിനാണെന്ന് തിരിച്ചു ചോദിക്കണം നമ്മൾ. ചില സ്ഥലങ്ങളിൽ നമ്മൾ നമ്പർ അടിച്ചാൽ മാത്രമേ ബില്ല് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്പർ കൊടുക്കേണ്ടതില്ല. അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടും ഇതിനും ഭാഗമായിട്ടാണ് ഈ നമ്പറുകൾ വാങ്ങിക്കുന്നത്. പക്ഷേ നമ്മുടെ ഡാറ്റയാണ് കൊടുക്കുന്നത്. ഈ ഡാറ്റ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ആ മൊബൈൽ നമ്പറുകൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഈ നാട്ടിൽ. ഡാറ്റ അവർ ഷെയർ ചെയ്ത് കൊടുക്കും. ഇനി അതല്ല, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം
റിലയൻസിന്റെ സൈറ്റിലാണെങ്കിൽ റിലയൻസിന്റെ സൈറ്റിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ മൊബൈൽ നമ്പർ ഉണ്ടാവും. ആ സൈറ്റ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ നമ്പറുകൾ കേട്ടേണ്ടവർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ പറയണ ഇത് കൊടുക്കേണ്ടവർക്ക് ഒരിക്കലും നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നവരുടെ അടുത്ത് മൊബൈൽ നമ്പർ കൊടുക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ടോ വാട്സപ്പായിട്ടോ ഒന്നുമായിട്ടും ബന്ധമില്ലാത്ത ഒരു നമ്പർ എടുത്തിട്ടേക്ക് ആ നമ്പർ എല്ലായിടത്തും കൊടുത്തേക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള കോളുകൾ വരും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ.